ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ കേരള പാഠാവലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് നമ്മൾ 3-4 ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഇത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പല വർഷങ്ങളായിട്ട് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഉൾത്തട്ടിൻ കാപട്യം വെന്തെരിഞ്ഞു. ഉൾത്തട്ട്, കാപട്യം, വെന്തെരിയുക എന്നീ പദങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തിനെ? ഉൾത്തട്ട് കുട്ടിയുടെ മനസ്സിനെയും കാപട്യം വിശപ്പില്ലാഞ്ഞിട്ടും ഭക്ഷണത്തിനായി കലമ്പൽ കൂട്ടിയ കുട്ടിയുടെ പ്രവൃത്തിയെയും വെന്തെരിയൽ കുട്ടിയുടെ പശ്ചാത്താപത്തെയും കുറിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം. ഉണ്ണി അരികിൽ വേണമെന്നത് എൻ്റെ സ്വാർത്ഥത. രാഷ്ട്രത്തിനു വേണ്ടി എന്ത് നൽകാനാവുമെന്ന ചിന്ത മാത്രമേ ഉണ്ണിയിൽ ഉണ്ടാകാവൂ. അമ്മയുടെ ഈ വാക്കുകൾ വിലയിരുത്തുക. സ്വന്തം സ്വാർത്ഥതയ്ക്കോ ഭൗതിക നേട്ടങ്ങൾക്കോ വേണ്ടിയല്ല മകൻ്റെ ഉയർച്ചയെന്നും സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യലാണ് ജീവിത വിജയമെന്നും അമ്മ കരുതുന്നു. അപ്പോൾ സ്വന്തം സ്വാർത്ഥത അല്ലെങ്കിൽ സ്വന്തം നേട്ടങ്ങൾക്കൊന്നുമല്ല മകൻ്റെ ഉയർച്ച വേണ്ടത്, സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യലാണ് ജീവിതത്തിൻ്റെ വിജയം എന്നാണ് അമ്മ കരുതുന്നത്. എന്നാൽ ഇത്തരം മനോഭാവങ്ങൾ ഇന്ന് അപൂർവമാണ്. മക്കളെ സ്വാർത്ഥമോഹങ്ങൾക്കും ഭൗതിക നേട്ടങ്ങൾക്കും വേണ്ടി വളർത്തുന്നു. ഇനി അടുത്തത് ഒരു 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഗീതയ്ക്ക് മാതാവായ ഭൂമിയെ ദൃഢമിതു മാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ. ഈ വാക്കുകളിൽ തെളിയുന്ന ആശയ സൂചനകൾ എന്തെല്ലാം? അപ്പോൾ ഈ ഗീതയ്ക്ക് മാതാവായ ഭൂമിയെ ദൃഢമിതു മാതിരി ഒരു കർമ്മയോഗിയെ പ്രസവിക്കൂ. അപ്പോൾ ഇതിലുള്ള ആശയ സൂചനകൾ എഴുതാനാണ് പറഞ്ഞത്. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ലോകത്തിന് ധർമ്മത്തിൻ്റെയും കർമ്മത്തിൻ്റെയും മാർഗം ഉപദേശിച്ചു നൽകിയ ഭഗവത്ഗീത ഭാരതത്തിൻ്റെ സംഭാവനയാണ്. അപ്പോൾ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിന് ധർമ്മത്തിൻ്റെയും അതേപോലെ കർമ്മത്തിൻ്റെയും മാർഗം ഉപദേശിച്ചു നൽകിയ ഭഗവത്ഗീത ഭാരതത്തിൻ്റെ സംഭാവനയാണ്. ഉദാത്തമായ ധർമ്മസംഹിതകൾ പുലർന്നൊരു നാടിനെ ഗാന്ധിജിയെ പോലെ ഒരു കർമ്മയോഗിയെ സൃഷ്ടിക്കാനാകൂ എന്നാണ് ഈ വരികളിലുള്ള ആശയം. ഇനി അടുത്തത്. ദാരിദ്ര്യത്തിൻ്റെ തീവ്രത കവിതയിൽ ആവിഷ്കരിക്കുന്നത് എങ്ങനെയാണ്? വേദം എന്ന പാഠഭാഗത്തുള്ളൊരു ചോദ്യമാണ്. വിശപ്പിൻ്റെ ആധിക്യത്താൽ കിട്ടിയ ആഹാരം പങ്കുവയ്ക്കാൻ മക്കളോ അച്ഛനമ്മമാരോ തയ്യാറാകുന്നില്ല. വിശപ്പിൻ്റെ ആധിക്യത്താൽ കിട്ടിയ ആഹാരം പങ്കുവയ്ക്കാൻ മക്കളോ അച്ഛനമ്മമാരോ തയ്യാറാകുന്നില്ല. ആഹാരത്തിനായി പരസ്പരം കലഹിക്കുന്ന മക്കളുടെയും അച്ഛനമ്മമാരുടെയും ചിത്രം ദാരിദ്ര്യത്തിൻ്റെ തീവ്രത വ്യക്തമാക്കുന്നു. കുനിയിരുന്ന് കഞ്ഞി വിളമ്പുന്ന അമ്മയുടെയും കഞ്ഞിക്കായി തിരക്കു കൂട്ടുന്ന ആൾക്കാരുടെയും ചിത്രം ഒരു ചിത്രത്തിലെന്ന പോലെ വായനക്കാരുടെ മനസ്സിൽ തെളിയുന്നു. ഇനി അടുത്ത ചോദ്യം. നീറുമെന്നുള്ളം കുറുകി. കുറുകി എന്ന പദത്തിൻ്റെ സവിശേഷത വ്യക്തമാകുക. നീറുമെന്നുള്ളം കുറുകി, എൻ്റെ ഉള്ളം കുറുകി എന്നതിൻ്റെ അർത്ഥം എന്താണ്? കുട്ടിയുടെ മനസ്സിൻ്റെ പശ്ചാത്താപത്താലുള്ള വിങ്ങലാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടിയുടെ മനസ്സിൻ്റെ പശ്ചാത്താപത്താലുള്ള വിങ്ങലാണ് ഇത് വ്യക്തമാക്കുന്നത്. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ചത് ആരായിരുന്നു? അബ്രഹാം ലിങ്കൺ, മാർട്ടിൻ ലൂതർ കിങ്, വിൻസ്റ്റൺ ചർച്ചിൽ, നെൽസൺ മണ്ടേല. അപ്പോൾ ആരാണ് അങ്ങനെ വിളിച്ചത്? ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഔഷധമെന്നിയെ രോഗം ശമിപ്പവൻ, ഹിംസദോഷമെന്നിയെ യജ്ഞം ചെയ്തവൻ ആചാര്യൻ. ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ശങ്കരാചാര്യ, ഹരിശ്ചന്ദ്രൻ, മഹാത്മാഗാന്ധി, ശ്രീബുദ്ധൻ. അപ്പോൾ ഇവിടെ ഈ ഒരു വാക്ക് ഉദ്ധരിച്ചത് ആരെക്കുറിച്ചാണ്? മഹാത്മാഗാന്ധിയെ കുറിച്ചാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇല്ലിഹ സംഘം ലേപം എന്നിവ സമസ്വച്ഛമല്ലയോ വിഹായസ വൃണമൻ ഗുരുനാഥൻ. ഈ വരികളുമായി യോജിക്കുന്ന ആശയം താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രശംസയെയും, അതായത് ഈ ഒരു
വരികൾ ഇല്ലിഹ സഹം ലേപം എന്നിവ സമസ്വച്ഛമല്ലയോ വിഹായസ വൃണ്ണമൻ ഗുരുനാഥൻ. ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്? പ്രശംസയെയും നിന്ദയെയും ഒരുപോലെ സമീപിച്ച വ്യക്തി, അഹിംസയെ വ്രതമായി കണ്ട വ്യക്തി, സർവ്വചരാചരങ്ങളെയും കുടുംബമായി കണ്ടു, മരുന്നില്ലാതെ രോഗം ശമിപ്പിച്ചു. അപ്പോൾ ഈ ഒരു വരികളുടെ അർത്ഥം എന്താണ്? പ്രശംസയെയും നിന്ദയെയും ഒരേപോലെ സമീപിച്ച വ്യക്തിയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നീലരാത്രി, വൈരപ്പൊടി ചിതറിയ ആകാശം, ദൂരെ മങ്ങിയ മലനിര, പുഴയുടെ ഏകാന്ത ശാന്ത സംഗീതം, കാളവണ്ടികൾ ഉറങ്ങുന്ന കടവ് തോണി. പി കുഞ്ഞിരാമൻ നായർ. ഇത് ഏത് പാഠഭാഗത്തിലുള്ളതാണ്? നമ്മുടെ പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛൻ ജനിക്കുന്നു എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. തന്നിരിക്കുന്ന വരികളുടെ രചനാപരമായ സവിശേഷതകൾ എഴുതുക. പ്രകൃതി ദൃശ്യങ്ങളെ വാക്കുകളിലൂടെ ചിത്രീകരിക്കാനാണ് കവി ഈ വിശേഷണങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത്. രാത്രിയുടെ സൗന്ദര്യം വർണ്ണിക്കാനാണ് നീലരാത്രി എന്ന പദം ഉപയോഗിച്ചത്. നീലരാത്രി എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രിയുടെ ഒരു ഭംഗി ഇവിടെ വർണ്ണിക്കാനാണ്. ഇനി വൈരപ്പൊടി ചിതറിയ ആകാശം എന്ന പ്രയോഗത്തിലൂടെ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിൻ്റെ ഭംഗി വരച്ചു കാട്ടുന്നു. വൈരപ്പൊടി ചിതറിയ ആകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിൻ്റെ ഭംഗി. അകലെ അവ്യക്തമായി കാണുന്ന മലനിരയുടെ ചിത്രമാണ് ദൂരെ മങ്ങിയ മലനിര എന്ന പ്രയോഗത്തിലൂടെ വ്യക്തമാകുന്നത്. ഓരോ പ്രയോഗത്തിനും അതിൻ്റേതായിട്ടുള്ള അർത്ഥമുണ്ട്. നീലരാത്രി എന്ന് പറഞ്ഞാൽ രാത്രിയുടെ സൗന്ദര്യം, വൈരപ്പൊടി ചിതറിയ ആകാശം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം, ദൂരെ മങ്ങിയ മലനിര എന്ന് പറഞ്ഞാൽ എന്താണ്? അകലെ അവ്യക്തമായി കാണുന്ന മലനിരയുടെ ചിത്രം എന്നതാണ് മങ്ങിയ മലനിര എന്ന പ്രയോഗത്തിലൂടെ വ്യക്തമാകുന്നത്. അതുപോലെ ശാന്തമായി ഒഴുകുന്ന പുഴയുടെയും നിശബ്ദമായ പ്രകൃതിയുടെയും ചിത്രമാണ് പുഴയുടെ ഏകാന്ത ശാന്ത സംഗീതം എന്ന പ്രയോഗത്തിലുള്ളത്. കൂടാതെ ജീവിതയാത്രയെ സൂചിപ്പിക്കുന്നതാണ് കാളവണ്ടികൾ എന്ന പ്രയോഗം. കടവത്ത് വെട്ടിരിക്കുന്ന തോണിയെ ഉറങ്ങുന്ന കടവ് തോണി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെ ചുറ്റും കാണുന്ന കാഴ്ചകളെ ഭാവഭംഗിയോടെ അവതരിപ്പിക്കാൻ ഈ പ്രയോഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 6 മാർക്കിൻ്റെ ചോദ്യമാണ്. 6 മാർക്കിന് 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ 2 എണ്ണം നിങ്ങൾ എഴുതേണ്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. മുമ്പ് അങ്ങനെ തികച്ചും മതേതരവും മാനവികതയിൽ ഉറച്ചു നിൽക്കുന്നതുമായ ഒരു പുതിയ യുഗപ്പിറവിയായി മാറി ദുരന്തം വിതച്ച പ്രളയം. മുമ്പ് പരസ്പരം മിണ്ടുക പോലും ചെയ്തിട്ടില്ലാത്തവർ സ്വന്തക്കാരായി ഒരുമിച്ചു താമസിച്ചു. മാനവികതയുടെ തീർത്ഥം. 2018 പ്രളയത്തെ അതിജീവിച്ചത് മാനവ സ്നേഹത്തിൻ്റെ ഉത്തമോദാഹരണമാണ്. തന്നിരിക്കുന്ന സൂചനകൾ വിലയിരുത്തി പ്രകാശം പരത്തുന്ന മനുഷ്യജീവികൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ നമുക്കൊരു വിഷയം തന്നിട്ടുണ്ടാവും. ഇവിടെ വിഷയം പ്രകാശം പരത്തുന്ന മനുഷ്യജീവിതങ്ങൾ. അത് നമ്മൾ ഹെഡിങ് ആയിട്ട് എഴുതുക. ഓക്കെ. മനുഷ്യരെ ഒരുമിപ്പിക്കുന്നതിനും ആപൽഘട്ടങ്ങളിൽ സഹായിക്കുന്നതിനുമാണ് എല്ലാ സംഘടനകളും മുൻഗണന നൽകുന്നത്. മനുഷ്യരെ ഒരുമിപ്പിക്കാനും അതേപോലെ തന്നെ എന്തെങ്കിലും ആപത്ത് വന്നാൽ പരസ്പരം സഹായിക്കാനുമാണ് എല്ലാ സംഘടനകളും മുൻഗണന നൽകുന്നത്. ദൈവം സ്നേഹമാണെന്നാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. ദുർബലർക്ക് ആശ്വാസമായി മാറുമ്പോഴാണ് നമ്മൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരാകുന്നത് എന്ന് മതങ്ങൾ ഉദ്ഘോഷിക്കുന്നു. സാമൂഹ്യ സേവനമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ അടിസ്ഥാന ധർമ്മം. സങ്കുചിത താൽപ്പര്യങ്ങൾ കൊണ്ടാണ് മതങ്ങളും രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നത്. വേർതിരിവുകളും വിഭാഗീയതയും മറന്ന് ജനങ്ങൾ ഒരുമിക്കുന്നതിന് ദുരന്തങ്ങൾ വരാൻ കാത്തിരിക്കേണ്ടതില്ല. അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അറിയാതെ കൈകോർത്ത് പോവുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ അടയാളം മാനവികതയാണ്. മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരാനും സഹായിക്കാനും ആശ്വസിപ്പിക്കാനും കഴിയുമ്പോൾ മാത്രമേ മനുഷ്യൻ എന്ന പേരിന് നമ്മൾ അർഹരാകുകയുള്ളൂ. അപ്പോൾ ഇത് 2018 പ്രളയത്തെ അതിജീവിച്ച മാനവ സ്നേഹത്തിൻ്റെ ഉദാഹരണമാണ് പറയുന്നത്. ഇപ്പോൾ 2024 ചൂരന്മലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് അതിജീവിച്ചത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. ഗംഗയാർ ഒഴുകുന്ന നാട്ടിലെ ശരിക്കിത മംഗളം കായ്ക്കും കൽപ്പപാതമുണ്ടായി വരൂ. ഈ വരികളിലെ ആശയം വിശദമാക്കുക.
പുണ്യനദിയായ ഗംഗ ഒഴുകുന്ന ഭാരതനാടിൻ്റെ നന്മയും പാരമ്പര്യവുമാണ് ഗാന്ധിജി എന്ന മഹാത്മാവിനെ രൂപപ്പെടുത്തിയത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഭഗവത്ഗീതയുടെ മഹത്വം. ഭഗവത്ഗീതയൊക്കെ പിറന്ന നാടിനെ ഗാന്ധിജിയെ പോലെയുള്ളൊരു കർമ്മയോഗിയെ സൃഷ്ടിക്കാനാവും എന്ന് നമ്മൾ കഴിഞ്ഞ ചോദ്യോത്തരത്തിൽ പറഞ്ഞു. ഇവിടെ പറയുന്നത് പുണ്യനദിയായ ഗംഗ ഒഴുകുന്ന ഭാരതനാടിൻ്റെ നന്മയും പാരമ്പര്യവുമാണ് ഗാന്ധിജി എന്ന മഹാത്മാവിനെ രൂപപ്പെടുത്തിയത്. ശമഗുണസമ്പന്നനായ ഗാന്ധിജിയെ പോലെയുള്ള ഒരു മഹാത്മാവിനെ സൃഷ്ടിച്ചത് ആർഷഭാരത പാരമ്പര്യമാണ്. ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന കവിയെയാണ് ഈ വരികളിൽ കാണുന്നത്. ആഗ്രഹിക്കുന്നതെന്തും തരുന്ന ദിവ്യവൃക്ഷമാണ് കൽപ്പപാദപം. ആഗ്രഹിക്കുന്നത് എന്തും തരുന്ന ദിവ്യവൃക്ഷമാണ് കൽപ്പപാദപം. ഭാരതത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഗാന്ധിജിയുടെ വാക്കും പ്രവൃത്തിയും ഭാരതത്തിൻ്റെ മോചനത്തിന് വഴിതെളിക്കുമെന്ന് ഈ പ്രയോഗം സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് ഒരു 6 മാർക്കിൻ്റെ ചോദ്യമാണ്. നമുക്ക് നോക്കാം. എല്ലാ ജീവജാലങ്ങളിലും പ്രകൃതിയുടെ സാന്നിധ്യമുണ്ട്. എന്നാൽ പ്രകൃതി മാതാവിനെ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ കാണാൻ കഴിയില്ല. എങ്കിലും പ്രകൃതിയാകുന്ന അമ്മയെ നേരിൽ കാണാൻ അന്വേഷിച്ചലയുന്ന ഒരു കവിയുടെ വിചാരങ്ങളാണ് ടി ഉബൈദ് ഈ കവിതയിലൂടെ പങ്കുവയ്ക്കുന്നത്. കവിതയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കുക. സ്വന്തം അമ്മയായി പ്രകൃതിയെ കാണുന്ന കവിയാണ് ടി ഉബൈദ്. സ്വന്തം അമ്മയായി പ്രകൃതിയെ കാണുന്ന കവിയാണ് ടി ഉബൈദ്. അമ്മയെ അന്വേഷിച്ച് അലയുകയാണ് അദ്ദേഹം. ഉദയ സൂര്യൻ്റെയും അസ്തമയ സൂര്യൻ്റെയും ചിത്രം അതിമനോഹരമായി കവി വരച്ചു കാട്ടുന്നു. പുലരിയുടെ മടിത്തട്ടിൽ കിടത്തി താലോലിക്കുന്ന തങ്കപ്പൂങ്കുമാരനായി സൂര്യനെ വർണ്ണിക്കുന്നു. പടിഞ്ഞാറ് തടാകത്തെ കുളി കഴിഞ്ഞ് പൊൻ പട്ടുടുത്ത് സൂര്യദീപവും കയ്യിലേന്തി സന്ധ്യ പ്രാർത്ഥനക്കായി എത്തുന്നു. അപ്പോൾ സന്ധ്യ പ്രാർത്ഥനക്കായിട്ട് എങ്ങനെ എത്തുന്നത്? പടിഞ്ഞാറ് തടാകത്തിൽ കുളി കഴിഞ്ഞ് പൊൻ പട്ടുടുത്ത് സൂര്യദീപവും കയ്യിലേന്തിയിട്ടാണ് പ്രാർത്ഥനക്കായിട്ട് എത്തിക്കുന്നത്. കൃഷിക്കാരന് നൽകാൻ ജനകളങ്ങളാകുന്ന രത്നങ്ങൾ നിറച്ച് ഇരുമ്പ് പെട്ടികൾ ആകാശമാകുന്ന തട്ടിൻപുറത്ത് വെച്ചിരിക്കുന്നു. മഴവില്ലാകുന്ന മാണിക്യമാലയും പൊൻമിന്നലാകുന്ന അരഞ്ഞാണവും അവിടെ കവി കാണുന്നു. കുയിലിൻ്റെ പാട്ടിൽ പ്രകൃതി മാതാവിൻ്റെ താരാട്ടുപാട്ടിൻ്റെ ഈണമാണ് കവി കേൾക്കുന്നത്. കുയിലിൻ്റെ പാട്ടിൽ എന്താണ് കവിക്ക് തോന്നുന്നത്? പ്രകൃതി മാതാവിൻ്റെ താരാട്ടുപാട്ടിൻ്റെ ഈണമാണ് തോന്നുന്നത്. അരുവികളിലെ ഓളങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിൽ അമ്മയുടെ മൃദുലമായ കരഘോഷം കേൾക്കുന്നു. അമ്മയുടെ കാൽപ്പാടുകൾ എല്ലായിടത്തും കാണുന്നുണ്ടെങ്കിലും അമ്മയെ മാത്രം കവി കാണുന്നില്ല. പ്രകൃതിയാകുന്ന അമ്മയെ പല രൂപത്തിലും ഭാവത്തിലും എല്ലായിടത്തും കാണാൻ കഴിയുമെന്നും അത് കാണാനും തിരിച്ചറിയാനും ഏവർക്കും കഴിയട്ടെ എന്നുമാണ് കവി പ്രാർത്ഥിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളിലായിട്ട് വന്ന ചോദ്യോത്തരങ്ങൾ മാത്രമാണ് ഇതിൽ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്